നമസ്കാരം. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിന് കീഴിൽ ഹിന്ദു വിശ്വാസങ്ങൾ നിരന്തരം വേട്ടയാടപ്പെടുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് CET പരീക്ഷാ കേന്ദ്രങ്ങളിലെ പൂണൂൽ വിവാദം. പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളുടെ പൂണൂൽ നിർബന്ധപൂർവ്വം അഴിച്ചുമാറ്റിയ നടപടി പവിത്രമായ ആചാരങ്ങൾക്ക് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി BJP പ്രതിഷേധം കടുപ്പിച്ചു. ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും സർക്കാരിനുമെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിനാണ് BJP തുടക്കമിട്ടിരിക്കുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് R. അശോക്, യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ MP എന്നിവർ നേരിട്ടാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. സംഭവത്തിൽ കേസെടുക്കാൻ മടിച്ചുനിന്ന പോലീസ് സംവിധാനത്തെ BJP നേതാക്കളുടെ ശക്തമായ ഇടപെടൽ വഴിയാണ് നടപടിയിലേക്ക് നീക്കിയത്. DGPയെയും കമ്മീഷണറെയും നേരിൽ കണ്ട് സമ്മർദ്ദം ചെലുത്തിയ R. അശോക്, ഹിന്ദുവിരുദ്ധ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. വെറുമൊരു വീഴ്ചയായി ഇതിനെ കാണാനാവില്ലെന്നും വിദ്യാർത്ഥികളെ മനഃപൂർവ്വം അപമാനിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് ജയിലിലടയ്ക്കണമെന്നുമാണ് BJPയുടെ ഉറച്ച നിലപാട്. സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ ബലി കൊടുക്കുകയാണെന്ന് BJP ആരോപിച്ചു. സിദ്ധരാമയ്യരുടെ ഭരണത്തിൽ ഹിന്ദു ചിഹ്നങ്ങൾ മാത്രമാണോ പരീക്ഷാ മാനദണ്ഡങ്ങൾക്ക് തടസ്സമാകുന്നത് എന്ന തേജസ്വി സൂര്യയുടെ ചോദ്യം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. മറ്റു മതസ്ഥരുടെ വസ്ത്രധാരണത്തിലോ അടയാളത്തിലോ തൊടാൻ ധൈര്യമില്ലാത്ത സർക്കാർ ബോധപൂർവം ഹൈന്ദവ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെക്കുകയാണെന്ന് പാർട്ടി കുറ്റപ്പെടുത്തി. ഹൈന്ദവ ധർമ്മത്തിൽ പൂണൂൽ എന്നത് കേവലം ശരീരത്തിൽ ധരിക്കുന്ന ഒരു നൂലല്ല. അത് യജ്ഞോപവീതം എന്നറിയപ്പെടുന്ന ആത്മീയമായ ഉന്നതിയുടെയും അറിവിന്റെയും അടയാളമാണ്. ഗായത്രി മന്ത്രത്തിന്റെ ശക്തിയും പിതൃക്കളോടും ഗുരുവിനോടുമുള്ള കടമയും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഉപനയനം എന്ന പവിത്രമായ കർമ്മത്തിലൂടെ ധരിക്കുന്ന ഈ പൂണൂൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിന്റെ തന്നെ അവിഭാജ്യ ഘടകമാണ്. പരീക്ഷാ ഹാളിന് മുന്നിൽ വെച്ച് ഈ പവിത്രമായ പൂണൂൽ അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിക്ക് മാനസികമായി തകർക്കുന്നതിന് തുല്യമാണ്. പരീക്ഷാ ഹാളിന് മുന്നിൽ വെച്ച് ഈ പവിത്രമായ പൂണൂൽ അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയെ മാനസികമായി തകർക്കുന്നതിന് തുല്യമാണ്. ഈശ്വര വിശ്വാസത്തിലും ആത്മീയ ശിക്ഷണത്തിലും വളരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വാസത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് അവന്റെ ആത്മവീര്യത്തെ തകർക്കുന്ന നടപടിയാണ്. വസ്ത്രത്തിന് ഉള്ളിലൂടെ ധരിക്കുന്ന പൂണൂൽ എങ്ങനെയാണ് പരീക്ഷാ ക്രമക്കേടിന് കാരണമാകുന്നതെന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് മറുപടിയുമില്ല. പരീക്ഷ എഴുതാൻ വന്ന കുരുന്നുകളെ കണ്ണീരിലാഴ്ത്തിയ ഈ നടപടി ഹിന്ദുക്കളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ കഴിയൂ. സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കുന്ന പ്രീണന രാഷ്ട്രീയത്തിന്റെ ഇരകളാണെന്ന് ഹൈന്ദവ ജനത. മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന ഉദ്യോഗസ്ഥർ ഹിന്ദു ചിഹ്നങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് ആസൂത്രിതമാണ്. മറ്റു മതസ്ഥരുടെ വസ്ത്രധാരണ രീതികളിലോ ചിഹ്നങ്ങളിലോ വിരൽ തൊടാൻ ധൈര്യമില്ലാത്തവർ ഹൈന്ദവ വിശ്വാസങ്ങളെ മൃദുലമായ ലക്ഷ്യമായി കാണുകയാണ്. സംഭവത്തിൽ പരാതി നൽകാൻ BJP നേതാക്കൾ എത്തിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ആദ്യം വിമുഖത കാണിച്ചത് ഗൗരവകരമാണ്. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥർ ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്ന ആക്ഷേപം ഇതോടെ ശക്തമായിരിക്കുന്നു. കർണാടകയിലെ ഈ സംഭവം ഇന്ന് സംസ്ഥാനത്തിന്റെ അതിർത്തികൾ കടന്ന് രാജ്യവ്യാപകമായ ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ തുടങ്ങിയ ഹൈന്ദവ സംഘടനകൾ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചു. ഹൈന്ദവ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ BJP എന്നും മുൻനിരയിൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് ഈ സമരത്തിലൂടെ പ്രകടമാകുന്നത്. ബംഗളൂരു സൗത്ത് MP തേജസ്വി സൂര്യയുടെ ഇടപെടൽ ഈ പോരാട്ടത്തിന് വലിയ കരുത്ത് നൽകി. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തെ ദേശീയ ശ്രദ്ധയിലെത്തിച്ചു. യുവാക്കൾക്കിടയിൽ തേജസ്വി സൂര്യയ്ക്കുള്ള സ്വാധീനം ഈ പ്രദേശത്തെ ഒരു ബഹുമുഖ സമരമാക്കി മാറ്റി. ഹിന്ദുത്വം എന്നാൽ ആധുനിക യുവാക്കളുടെ അഭിമാനമാണെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെയും സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൂടെയും തെളിയിച്ചു. മുസ്ലിം പ്രീണനത്തിനായി ഹിന്ദു വിശ്വാസങ്ങളെ പടിപടിയായി ഇല്ലാതാക്കാമെന്ന് സിദ്ധരാമയ്യ മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിയിൽ അവസാനിക്കുമെന്ന് BJP മുന്നറിയിപ്പ് നൽകുന്നു. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടന്നത് വെറും ഒരു സാങ്കേതിക പ്രശ്നമല്ല, ഒരു സംസ്കാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതുവരെയും ഇത്തരം ഹിന്ദുവിരുദ്ധ നയങ്ങൾ സർക്കാർ പിൻവലിക്കുന്നതുവരെയും BJP പോരാട്ടം തുടരും. സഹിഷ്ണുത എന്നാൽ ആർക്കും കയറി നിറങ്ങാനുള്ള ഇടമല്ലെന്ന് BJP ഈ സമരത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. മാനസികമായി തളർന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആത്മവിശ്വാസം നൽകാനായി BJP നേതാക്കൾ അവർക്കൊപ്പം പോലീസ് ആസ്ഥാനത്തെത്തി. പരീക്ഷാ ഹാളിന് മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടത് ഒരു ജനതയുടെ സംസ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു. ഈ സംഭവം കർണാടകയിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വലിയ വികാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പരീക്ഷാ വിവാദം എന്നതിലുപരി കോൺഗ്രസ് സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ മുഖം തുറന്നുകാട്ടാനുള്ള അവസരമായി ഇതിനെ BJP കാണുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ഇത് വർഷങ്ങളായി കർണാടകയിലെ കോൺഗ്രസ് ഭരണകൂടം വളർത്തിയെടുത്ത ഹൈന്ദവ വിരുദ്ധ മനോഭാവത്തിന്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ്. പരീക്ഷാ ഹാളിനുള്ളിൽ കോപ്പിയടി തടയാൻ എന്ന വ്യാജേന പൂണൂൽ അഴിപ്പിച്ചു മാറ്റുന്നവർ സാംസ്കാരികമായ ഒരു ജനതയെ തകർക്കാനാണ് ശ്രമിക്കുന്നത്.
ഭാരതീയ പാരമ്പര്യത്തിൽ ശരീരത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നതും ആത്മീയമായ പവിത്രതയുള്ളതുമായ പൂണൂലിനെ കേവലം ഒരു നൂലായി കാണുന്നത് ഹൈന്ദവ സംസ്കാരത്തോടുള്ള അവജ്ഞയാണ്. പരീക്ഷ എഴുതാനെത്തുന്ന കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നതിലൂടെ അവരുടെ ആത്മവീര്യം തകർക്കാനും ഒരു പ്രത്യേക മതവിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരായി ചിത്രീകരിക്കുവാനുമാണ് സിദ്ധരാമയ്യ സർക്കാർ ശ്രമിക്കുന്നത്. മറ്റു മതസ്ഥരുടെ വസ്ത്രധാരണ രീതികളിലോ ആചാരങ്ങളിലോ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സർക്കാർ ഹൈന്ദവ ചിഹ്നങ്ങൾക്ക് നേരെ മാത്രം ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഭരണഘടനാപരമായ വിവേചനമാണ്. ഇത് കേവലം 3 വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല, കർണാടകയിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അന്തസ്സിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഹൈന്ദവ സമൂഹത്തെ പ്രകോപിപ്പിക്കാനും അവരുടെ ക്ഷമ പരീക്ഷിക്കാനുമാണ് സർക്കാർ തുനിയുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസ് ഭരണകൂടം നേരിടേണ്ടി വരുമെന്ന് BJP നേതൃത്വം പ്രഖ്യാപിച്ചു. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിന്റെ കീഴിൽ ഹിന്ദുക്കൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും രക്ഷയില്ലെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് CET പരീക്ഷാ കേന്ദ്രങ്ങളിലെ ജനിവാര വിവാദം ആളിപ്പടരുന്നത്. പരീക്ഷ എഴുതാനെത്തിയ ഹൈന്ദവ വിദ്യാർത്ഥികളെ തടഞ്ഞുവെച്ച് അവരുടെ പവിത്രമായ പൂണൂൽ നിർബന്ധപൂർവം അഴിച്ചുമാറ്റിയ സംഗതി സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന ആസൂത്രിതമായ നീക്കമാണ് എന്നുമാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. പരീക്ഷാ ഹാളുകളിൽ മറ്റു മതചിഹ്നങ്ങൾ അനുവദിക്കപ്പെടുമ്പോൾ പൂണൂലിനെ മാത്രം ലക്ഷ്യം വെക്കുന്നത് ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കാനുള്ള നീക്കമാണ്. പരീക്ഷാ മാനദണ്ഡങ്ങൾ എന്ന മറവിൽ ഹിന്ദു വിശ്വാസങ്ങളെ പടിപടിയായി ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് R. അശോക്, തേജസ്വി സൂര്യ MP എന്നിവർ സമരഭൂമിയിലേക്ക് ഇറങ്ങി. കേസെടുക്കാൻ മടിച്ചു നിന്ന പോലീസ് സംവിധാനത്തിന് മുന്നിൽ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചിട്ടാണ് നീതി ഉറപ്പാക്കിയത്. ഹിന്ദുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ BJP ഏതറ്റം വരെയും പോകുമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കാതെ അടങ്ങില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ബ്യൂറോക്രസി പൂർണ്ണമായും കോൺഗ്രസിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അടിമപ്പെട്ടുവെന്ന് BJP കുറ്റപ്പെടുത്തി. ഹിന്ദു ആചാരങ്ങളെ ഹനിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സർക്കാർ സംരക്ഷണം നൽകുകയാണ്. ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾക്കുണ്ടായ അപമാനത്തിന് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. തങ്ങളുടെ മക്കൾക്കുണ്ടായ മാനസികാഘാതം വിവരിക്കാനാവാത്തതാണെന്നാണ് മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് വന്ന കുട്ടികളെ പരീക്ഷാ ഹാളിന് മുന്നിൽ വെച്ച് പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തത് ക്രൂരതയാണ്. ഈ കുരുന്നുകളുടെ കണ്ണീരിന് സിദ്ധരാമയ്യ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഈ വിവാദം കർണാടകയിൽ BJPയുടെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഹിന്ദുവിരുദ്ധ നയങ്ങൾ തുടരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. വരും ദിവസങ്ങളിൽ കർണാടകയിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും BJP ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഹിന്ദു ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് BJP. ഈ സംഭവത്തെ വെറുമൊരു ഭരണപരമായ പാകപ്പിഴയായി തള്ളിക്കളയാൻ ശ്രമിക്കുന്നവർ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആഴത്തെയും പവിത്രതയും ബോധപൂർവം വിസ്മരിക്കുകയാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ പൂണൂൽ എന്നത് വെറുമൊരു ചരടല്ല, അതൊരു വ്യക്തിയുടെ ആത്മീയ ബോധത്തിന്റെയും ധർമ്മത്തിന്റെയും അടയാളമാണ്. അതിനെ അഴിച്ചുവെക്കാൻ ആവശ്യപ്പെടുന്നത് ഒരു വിദ്യാർത്ഥിയുടെ വസ്ത്രം ഉരിയുന്നതിന് തുല്യമായ അപമാനമാണ്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതു മുതൽ ഹൈന്ദവ ബിംബങ്ങളെയും ആചാരങ്ങളെയും ഓരോന്നായി ലക്ഷ്യം വെക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിന്റെ വസ്ത്രധാരണ രീതികളെയും വിശ്വാസങ്ങളെയും അവകാശങ്ങളുടെ പേരിൽ സംരക്ഷിക്കാൻ മുറവിളി കൂട്ടുന്നവർ ഹൈന്ദവ വിദ്യാർത്ഥികളുടെ മൗലിക അവകാശങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖമാണ്. സിദ്ധരാമയ്യരുടെ ഭരണത്തിൽ ഉദ്യോഗസ്ഥർ കാട്ടുന്ന ഈ അതിക്രമം ഹൈന്ദവ സമൂഹത്തെ രണ്ടാം തരം പൗരന്മാരായി മാറ്റാനുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ്. പരീക്ഷാ ഹാളിന് പുറത്ത് കണ്ണീരോടെ നിൽക്കേണ്ടി വന്ന ആ വിദ്യാർത്ഥികളുടെ ചിത്രം ഓരോ ഹിന്ദുവിൻ്റെയും നെഞ്ചിൽ തറയ്ക്കുന്നതാണ്. ഹിന്ദുക്കൾ എക്കാലവും സഹിഷ്ണുത പാലിക്കുന്നവരാണെന്ന ധാരണയിൽ അവരുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ അത് അനുവദിച്ചു കൊടുക്കില്ലെന്ന ശക്തമായ താക്കീതാണ് R. അശോകും തേജസ്വി സൂര്യയും നൽകുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ തകർക്കാമെന്ന് മോഹിക്കുന്ന സിദ്ധരാമയ്യ ഭരണകൂടത്തിന് BJP നൽകിയ ശക്തമായ താക്കീതാണിത്. പരീക്ഷാ ഹാളിന് പുറത്ത് കണ്ണീരോടെ നിൽക്കേണ്ടി വന്ന ഓരോ വിദ്യാർത്ഥിയുടെയും അന്തസ്സ് വീണ്ടെടുക്കുന്നതുവരെ വിശ്രമമില്ലാത്ത പോരാട്ടം തുടരുമെന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്ന കോൺഗ്രസ് സർക്കാരിന്റെ കപട മതേതരത്വ മുഖം ഈ സംഭവത്തോടെ പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ ക്ഷമയെ പരീക്ഷിക്കാനാണ് സർക്കാർ ഇനിയും തുനിയുന്നതെങ്കിൽ കർണാടകയുടെ തെരുവുകളിൽ ആളിപ്പടരുന്ന ജനരോഷം ഈ ഭരണകൂടത്തിന്റെ അന്ത്യത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈന്ദവ ധർമ്മം സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു ഉരുക്കുമതിൽ പോലെ വിശ്വാസികൾക്ക് ഒപ്പം അടിയുറച്ചു നിൽക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്.
ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.